നമസ്കാരം. ജൂലൈ 25 മുതൽ, അതായത് ഇപ്പോൾ കഴിഞ്ഞ 10, 11, 12 ദിവസങ്ങളായി ജാർഖണ്ഡിൽ വലിയൊരു രീതിയിലുള്ള ഉദ്യോഗാർത്ഥി പ്രക്ഷോഭം നടന്നുകൊണ്ടിരിക്കുകയാണ്. ജാർഖണ്ഡ് പബ്ലിക് സർവീസ് കമ്മീഷനെതിരെ, JPSCക്കെതിരെ. JPSCയുടെ പ്രിലിമിനറി എക്സാംസ് ഉണ്ട്. ഇപ്പോൾ നടക്കുന്നത്, അല്ലെങ്കിൽ ഈ കഴിഞ്ഞത്, JPSC നടത്തിയിരുന്ന 14ാമത്തെ പ്രിലിമിനറി എക്സാംസ് ആണ്. ആ പ്രിലിമിനറി പരീക്ഷകളുടെ ചോദ്യപേപ്പറുകൾ ചോരുകയും ഈ പ്രിലിമിനറി പരീക്ഷകൾക്ക് ഉദ്യോഗാർത്ഥികളെ പിൻവാതിൽ നിയമനം നേരത്തെ തന്നെ ഉറപ്പുകൊടുത്ത് രാഷ്ട്രീയക്കാർ കൈക്കൂലി വാങ്ങുകയും ചെയ്തു എന്നുള്ള ആരോപണം ഉന്നയിച്ചുകൊണ്ട് ഉദ്യോഗാർത്ഥികളും വിദ്യാർത്ഥികളും ജൂലൈ 25 മുതൽ കടുത്ത പ്രക്ഷോഭമാണ് നടത്തുന്നത്. വളരെ സമാധാനപരമായിട്ടുള്ള പ്രക്ഷോഭമാണ് നടത്തുന്നത്. ജാർഖണ്ഡിൻ്റെ നിയമസഭയൊന്നും വളയുവാനും എവിടെയെങ്കിലും പോലീസുകാരെ ആക്രമിക്കുവാനും അസഭ്യം പറയുവാനും ഒന്നും അവർ മുതിരുന്നില്ല. ആ വിഷയത്തിലേക്ക് വരാം. ആ പ്രക്ഷോഭത്തിൻ്റെ നടപ്പ് രീതികളിലേക്ക് നമുക്ക് വരാം. അതിനു മുൻപ് ഈ പ്രക്ഷോഭം എന്തിനാണ് എന്നുള്ളത് ഞാൻ പറഞ്ഞല്ലോ. ഇപ്പോൾ ആരും, അതായത് പ്രധാനപ്പെട്ട രാഷ്ട്രീയ കക്ഷികളാരും BJP ഒഴികെ ഈ പ്രക്ഷോഭത്തിന് വേണ്ടത്ര ശ്രദ്ധ കൊടുക്കുന്നില്ല. മാധ്യമ ശ്രദ്ധയും കൊടുക്കുന്നില്ല. പ്രത്യേകിച്ച് കേരളത്തിലെ മാധ്യമങ്ങൾ ഇത്തരത്തിലൊരു പ്രക്ഷോഭം അവിടെ നടക്കുന്നുണ്ട് കഴിഞ്ഞ 12 ദിവസങ്ങളായി എന്നുള്ള ഭാവമേ നടിക്കുന്നില്ല. ഇവിടെ മറ്റു കാര്യങ്ങളൊക്കെ, സതീശൻ ഊണ് കഴിക്കാൻ പോയോ, വിരുന്നിന് ബിരിയാണിയായിരുന്നോ, ഹെലികോപ്റ്ററിൽ പോയത് അമ്മായിയപ്പനെ കാണാനാണോ അതോ നിക്ഷേപകനെ കാണാനാണോ തുടങ്ങിയ കാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രളയം തീർച്ചയായിട്ടും വലിയൊരു വിഷയം തന്നെയാണ്. പക്ഷേ പ്രളയത്തിനിടയിലും പാറ്റകൾ അഭിജിത് ദീപ്കെ കുടിച്ചത് ബിയറാണോ അതോ കൊക്കക്കോളയാണോ എന്നുള്ള ചർച്ചകൾ നടത്തുവാൻ അവർക്ക് സമയമുണ്ട്. ജാർഖണ്ഡിലെ ഈ പ്രക്ഷോഭം അവർക്ക് കാണുവാൻ സമയമില്ല. അതിൻ്റെ പ്രധാന കാരണം, അടിസ്ഥാനപരമായിട്ട് ജാർഖണ്ഡിൽ നടക്കുന്ന സമരം യാഥാർത്ഥ്യബോധത്തോടുകൂടി യഥാർത്ഥ പ്രശ്നത്തിന് മേലുള്ള സമരമാണ്, അല്ലാതെ പാറ്റകളുടെ പോലെ സമരാഭാസമല്ല. അതൊന്ന്. രണ്ടാമത്തേത്, ഈ ജാർഖണ്ഡ് ക്രാന്തികാരി ലോക്തന്ത്ര മോർച്ച JKLM എന്ന പ്രാദേശിക പാർട്ടി മാത്രമാണ് ഇതിൻ്റെ വിദ്യാർത്ഥികൾക്കൊപ്പം നിന്ന് ദേവേന്ദ്രനാഥ് മഹത്തോ എന്ന JKLM നേതാവ് നിരാഹാരം കിടക്കുകയാണ്. BJPയുടെ പക്ഷത്ത് നിന്ന് മാത്രമേ ഇതിന് അനുകൂലമായിട്ടുള്ളൊരു പ്രതികരണം ഉണ്ടായിട്ടുള്ളൂ. BJP ആ സമരത്തിനൊപ്പമുണ്ട്. പക്ഷേ ഈ ജാർഖണ്ഡ് ക്രാന്തികാരി ലോക്തന്ത്ര മോർച്ച നയിക്കുന്ന സമരമായതുകൊണ്ട് സമരപ്പന്തലുകളിൽ അവർ ചെല്ലാറില്ല. പക്ഷേ മാധ്യമ ശ്രദ്ധയും മറ്റ് രാഷ്ട്രീയ നേതാക്കളുടെ ശ്രദ്ധയും ഈ സമരത്തിന് ലഭിക്കാത്തതിൻ്റെ കാരണങ്ങൾ രണ്ടാണ്. ഒന്ന്, ജാർഖണ്ഡിലുള്ളത് BJP സർക്കാരല്ല, മറിച്ച് കോൺഗ്രസ് സഖ്യകക്ഷിയായിട്ടുള്ള സർക്കാരാണ്. രണ്ടാമത്തേത്, ഈ സമരത്തിൽ സമരാഭാസങ്ങളൊന്നും സമരക്കാർ തന്നെ അനുവദിക്കുന്നില്ല. വന്ദേ മാതരവും ഭാരത് മാതാ കി ജയും വിളിച്ചുള്ള സമരങ്ങളാണ് അവിടെ നടക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അവിടെ യാതൊരു തരത്തിലുള്ള ആസാദിയും ബസ് നാം രഹേഗ അള്ളാക്ക തുടങ്ങിയ ഗാനങ്ങളും അവരനുവദിക്കുന്നില്ല. പോലീസിനെ അസഭ്യം പറയുവാൻ അനുവദിക്കുന്നില്ല. അവരെതിർക്കുന്ന രാഷ്ട്രീയ നേതാക്കൾ ആരെയാണോ അവരെ അസഭ്യം പറയുവാൻ അനുവദിക്കുന്നില്ല. അവരുടെ കുടുംബാംഗങ്ങളെ, അവരുടെ മാതാവിനെ അസഭ്യം പറയുവാൻ അനുവദിക്കുന്നില്ല. ഇത്തരത്തിലുള്ള യാതൊരു സമരാഭാസങ്ങളും വിദ്യാർത്ഥികളും ഉദ്യോഗാർത്ഥികളും ജാർഖണ്ഡിൽ സമരവേദിയിൽ അനുവദിക്കുന്നില്ല. സമാധാനപരമായി പന്തം കൊളുത്തി പ്രകടനമാണ് അവരുടെ ഏറ്റവും രൂക്ഷമായ പ്രകടനം. അപ്പോഴും അവർ വന്ദേ മാതരവും ഭാരത് മാതാ കി ജയും വിളിച്ചുകൊണ്ടാണ് ഈ പ്രകടനം നടത്തുന്നത്. അവരുടെ ആവശ്യങ്ങൾ ആരെങ്കിലും രാജിവെക്കൂ, പുറത്തു പോകൂ എന്നുള്ളതല്ല. പ്രാഥമികമായിട്ട് അവർ 3 ആവശ്യങ്ങളാണ് മുന്നോട്ട് വച്ചിരിക്കുന്നത്. 14ാമത് JPSC പ്രിലിമിനറി എക്സാം, അതിൻ്റെ ചോദ്യപേപ്പറുകൾ ചോർന്നു എന്നുള്ളത് ഉറപ്പാണ്. ആ എക്സാം അടിയന്തരമായി റദ്ദ് ചെയ്യുക, എക്സാമിൻ്റെ ഫലങ്ങൾ അടിയന്തരമായി റദ്ദ് ചെയ്ത് പുനഃപരീക്ഷ നടത്തുക. രണ്ടാമത്തേത്, ഈ പേപ്പർ ചോർച്ച. ജാർഖണ്ഡ് ഇപ്പോൾ ജൂലൈ 25 തുടങ്ങിയതാണെങ്കിലും ഇന്നലെ ഓഗസ്റ്റ് 5-ാം തീയതി അല്ലെങ്കിൽ ഓഗസ്റ്റ് 4-ാം തീയതി വൈകുന്നേരം ഒന്ന് കൂട്ടിക്കോളൂ, ജാർഖണ്ഡ് സർക്കാർ അതിൻ്റെ പേരിൽ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. സംസ്ഥാനം നിയന്ത്രിക്കുന്ന ഒരു അന്വേഷണം ഇതിന് ആവശ്യമില്ല. അത് ഞങ്ങൾക്ക് വിശ്വസനീയമായിട്ടുള്ളൊരു അന്വേഷണമായിരിക്കില്ല. അതുകൊണ്ട് തന്നെ കേന്ദ്ര ഏജൻസികൾ ഏതെങ്കിലും ഈ അന്വേഷണം ഏറ്റെടുത്ത് ഈ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകണം. കേന്ദ്ര ഏജൻസികൾ പറ്റിയില്ലെങ്കിൽ, കേന്ദ്ര ഏജൻസികൾ സമ്മതമല്ല എങ്കിൽ വിരമിച്ച ഒരു ഹൈക്കോടതി ജഡ്ജി, വിശ്വാസയോഗ്യമായിട്ടുള്ള, അദ്ദേഹത്തിൻ്റെ കരിയറിൽ യാതൊരു കറുത്ത പുള്ളിയും ഇല്ലാത്തൊരു ഹൈക്കോടതി ജഡ്ജിയുടെ നേതൃത്വത്തിലുള്ള ഒരു അന്വേഷണ സംഘമായിരിക്കണം ഇത് അന്വേഷിക്കുന്നത്. ഇത് രണ്ടാമത്തെ ആവശ്യം. മൂന്നാമത്തേത്, സിസ്റ്റമിക് റിഫോംസ്. ഈ പരീക്ഷയുടെ നടത്തിപ്പ് രീതികൾ പൂർണ്ണമായിട്ടും പൊളിച്ച് പണിയണം. പുതിയ രീതികൾ കൊണ്ടുവരണം. കുറ്റമറ്റതായിട്ടുള്ള പേപ്പർ ചോർച്ചയൊക്കെ ഒഴിവാക്കുവാനായിട്ട് കേന്ദ്ര സർക്കാർ നീറ്റിന് എങ്ങനെ ചെയ്തോ ആ രീതിയിൽ ചെയ്യണം.
ഈ ദേവേന്ദ്രനാഥ് മഹത്തോ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നിരാഹാര സമരത്തിലാണ്. അനിശ്ചിതകാല നിരാഹാര സത്യാഗ്രഹമാണ് അദ്ദേഹം പ്രഖ്യാപിച്ചിരിക്കുന്നത്. ശാന്തിപൂർവമായ സമരമാണ് നടക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ യാതൊരു വിധത്തിലുള്ള ആഭാസ പ്രകടനങ്ങളും ആഭാസ വാക്കുകളും ആ സമരവേദിയിൽ നിന്ന് ഇന്നോളം ഉയർന്നു കേട്ടിട്ടില്ല. തന്നെയുമല്ല, ഇടയ്ക്ക് അവിടെ വന്ന് ആസാദി പാടുവാൻ നോക്കിയ കുറേ ആസാദികളെ, പാറ്റകളുടെ അവശിഷ്ടങ്ങൾ, ഉച്ഛിഷ്ടങ്ങളെ അവിടുന്ന് വിദ്യാർത്ഥികൾ തന്നെ തുരത്തി ഓടിക്കുകയും ചെയ്തു. ദേവേന്ദ്രനാഥ് മഹത്തോ നേരിട്ട് ആ കർമ്മം നിർവഹിക്കുന്നതും നാം കണ്ടതാണ് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ. ദൗർഭാഗ്യവശാൽ മുഖ്യധാരാ മാധ്യമങ്ങൾ, പ്രത്യേകിച്ച് മലയാള മാധ്യമങ്ങൾ ഇതറിഞ്ഞ മട്ട് കാണിച്ചിട്ടില്ല. നമ്മുടെ ഏഷ്യാനെറ്റ് ന്യൂസൊന്നും ജാർഖണ്ഡ് എവിടെയാണ്, ഭാരതത്തിൽ തന്നെയാണോ എന്നുള്ള രീതിയിലാണ്. അതൊക്കെ നിൽക്കട്ടെ. നമ്മുടെ അഭിജിത്ത് ദീപ്കെ പുതിയതായിട്ടുള്ള ഇത് പറഞ്ഞിട്ടുണ്ട്. നരേന്ദ്രമോദി ഹലോ ബ്രാൻഡ്സ് എന്ന് പറഞ്ഞ് കളിയാക്കിയിട്ടുണ്ട്. അത് നരേന്ദ്രമോദിക്ക് ഏറ്റവും ഒരു കനത്ത തിരിച്ചടിയാണ് എന്നുള്ള രീതിയിൽ ചർച്ചകളുമായിട്ട് ഏഷ്യാനെറ്റ് ന്യൂസ് മുന്നോട്ട് പോവുകയാണ്. ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ തൊട്ട് പിന്നാലെ തന്നെ ഇത്തരത്തിലുള്ള കോമാളിത്തരങ്ങളുമായി റിപ്പോർട്ടറുമുണ്ട്. റിപ്പോർട്ടറിലെ മൊട്ടയും ഒക്കെയായിട്ട് ഫ്ലോറിലിരുന്ന് അടിയുണ്ടാക്കിയും. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു സമരത്തിന് ശ്രദ്ധ കൊടുക്കാതെ അവർ ചർച്ച ചെയ്യുന്ന പ്രധാന വിഷയം നേരത്തെ പറഞ്ഞതുപോലെ സതീശൻ കഴിച്ചത് ബിരിയാണിയോ നെയ്ച്ചോറോ, സതീശൻ ഹെലികോപ്റ്ററിൽ പോയത് യഥാർത്ഥത്തിൽ നിക്ഷേപകരെ കാണാനോ അതോ അമ്മായിയപ്പനെ കാണാനോ, എം വി ഗോവിന്ദൻ സതീശനെ പറഞ്ഞത് എന്ത്, അതിന് മറുപടി പറഞ്ഞത് എന്ത്, സതീശൻ അവിടെ പോയപ്പോൾ കരഞ്ഞോ, നിലവിളിച്ചോ, ചിരിച്ചോ, ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് അവരുടെ പ്രധാന ചർച്ചാ വിഷയങ്ങൾ. പക്ഷേ കേരളത്തിൻ്റെ കാര്യത്തിൽ ഒരു ഒഴിവുകഴിവ് വേണമെങ്കിൽ അവർക്ക് പറയാം. പ്രളയ ദുരിതം അത് ഗൗരവമുള്ള വിഷയം തന്നെയാണ്. അതുകൊണ്ടാണ് ഞങ്ങൾക്കത് ചർച്ച ചെയ്യാൻ സാധിക്കാത്തതെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ അതിനിടയിൽ ഈ അഭിഷേക് ദീപ്കയുടെ വീട്ടിൽ ബിയറാണോ അതോ അഭിഷേക് ദീപ്കെ മൂത്രമാണോ കുടിക്കുന്നത് എന്നുള്ള ചർച്ചകൾ കൂലങ്കുഷമായി നടത്താൻ അവർക്ക് സമയമുണ്ടെന്നുള്ളതും ഒരു വൈരുദ്ധ്യമാണ്. അവരിതിന് ന്യായങ്ങളൊന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല കേട്ടോ. കാരണം ജാർഖണ്ഡ് എന്നുള്ളൊരു സംസ്ഥാനം നമ്മുടെ ഭാരതത്തിലില്ല എന്നുള്ള മട്ടിലാണ് അവരുടെ മുന്നോട്ടുള്ള പോക്ക്. ദയനീയമാണ് കാര്യങ്ങൾ. ജന്തർ മന്ദറിലെ സമരാഭാസത്തിന് ഏഷ്യാനെറ്റ് ന്യൂസ് ഈ സമരാഭാസം അതിൻ്റെ ഏറ്റവും വഷളായിട്ടുള്ള തലത്തിലേക്ക് എത്തുന്നതിന് മുൻപ് തന്നെ മൂക്കിൽ വളയമിട്ടവരെയും കാതിൽ വളയമിട്ടവരെയും ചെവിയിൽ പൂ വെച്ചവരെയും എല്ലാം റിപ്പോർട്ടർമാരുടെ ഒരു പട തന്നെ ഏഷ്യാനെറ്റ് അവിടെ വിന്യസിച്ചിരുന്നു. ജന്തർ മന്ദറിന് ചുറ്റും ഏഷ്യാനെറ്റ് ന്യൂസ്, മറ്റ് മലയാള മാധ്യമങ്ങളും മുഖ്യധാരാ മാധ്യമങ്ങളുടെ കാര്യമാണ് പറയുന്നത്. ദൃശ്യമാധ്യമങ്ങൾ പ്രത്യേകിച്ച് പത്രമുത്തശ്ശിയൊക്കെ അവരുടെ ദൃശ്യമാധ്യമ ചാനലിൻ്റെ ആളുകളെ അവിടെ വാരി വിതറിയിരുന്നു. ജാർഖണ്ഡിൽ ഒരു മൈക്ക് പോലും മലയാള ചാനലുകളുടെ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കില്ല. സാമൂഹ്യ മാധ്യമങ്ങളിൽ നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കൂ. വീഡിയോകൾ നിരവധിയുണ്ട്. സാമൂഹ്യ മാധ്യമങ്ങളിൽ വലിയ പ്രചാരമാണ് ഇപ്പോൾ അത് നേടിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ ഇനോർഗാനിക്കായിട്ട് യാഥാർത്ഥ്യമല്ലാതെ ബോട്ടുകൾ ഉപയോഗിച്ചും വിദേശ ഫണ്ടുകളും ഉപയോഗിച്ച് നടത്തിയിരുന്ന ഈ പാറ്റ സമരാഭാസത്തിൻ്റെ പ്രചാരണം ജാർഖണ്ഡിലെ സമരത്തിനില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു ആൾക്കാരെ വൈകാരികമായി സ്വാധീനിക്കുന്ന പശ്ചാത്തല സംഗീതമൊക്കെ ഇട്ട് നന്മയുള്ള ലോകമയുടെ ഹിന്ദി വേർഷൻ ഇട്ടിട്ടുള്ള പോലീസുകാർ പിള്ളേരെ തല്ലുന്ന വീഡിയോ മാത്രമായിട്ട് എഡിറ്റ് ചെയ്ത് ഉള്ള വീഡിയോകളൊന്നും നിങ്ങൾക്ക് ഈ സമരത്തിൽ കാണുവാൻ സാധിക്കില്ല. നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നത് ഈ യഥാർത്ഥ ആശങ്ക ഉള്ളിൽ പേറുന്ന കുറേ മുഖങ്ങളാണ്. അവർ വന്ദേ മാതരവും ഭാരത് മാതാ കി ജയും വിളിച്ച് പ്രതിഷേധം നടത്തുന്നതാണ്. ആ പ്രതിഷേധങ്ങൾക്ക് അർഹിക്കുന്നൊരു പ്രാധാന്യം മുഖ്യധാരാ മാധ്യമങ്ങൾ കൊടുക്കുന്നില്ല. പക്ഷേ നാം അത് കൊടുത്തേ മതിയാവുകയുള്ളൂ. അടിസ്ഥാനപരമായിട്ട് ജാർഖണ്ഡിലെ സർക്കാരിനെ മറിച്ചിടണമെന്നോ ഒന്നും ഈ വിഷയത്തിൽ ഞാൻ പറയുന്നില്ല. അവരുടെ വിദ്യാർത്ഥികളുടെ ഉദ്യോഗാർത്ഥികളുടെ 3 ആവശ്യങ്ങൾ: ഒന്ന്, ഈ 14ാമത്തെ JPSC പ്രിലിമിനറി പരീക്ഷ റദ്ദ് ചെയ്യുക, പൂർണ്ണമായും റദ്ദ് ചെയ്ത് വീണ്ടും പരീക്ഷ നടത്തുക. രണ്ടാമത്തേത്, ഈ പേപ്പർ ചോർച്ചയെ സംബന്ധിച്ചും ഈ പിൻവാതിൽ നിയമനങ്ങളെ സംബന്ധിച്ചും നിഷ്പക്ഷമായ ഒരു അന്വേഷണം ഒന്നുകിൽ CBIയെ കൊണ്ട് അല്ലെങ്കിൽ ഒരു റിട്ടയർഡ് ഹൈക്കോടതി ജഡ്ജിയുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘത്തെ കൊണ്ട് നടത്തിക്കുക. മൂന്നാമത്തേത്, ഈ പരീക്ഷാ ക്രമീകരണങ്ങൾ, പരീക്ഷയുടെ നടത്തിപ്പ് രീതികൾ പൂർണ്ണമായും പുനരാവിഷ്കരിക്കുക, പൊളിച്ചെഴുതുക, പുതുക്കിപ്പണിയുക കുറ്റമറ്റ രീതിയിൽ. അതിനും കൃത്യമായിട്ടുള്ള സമിതികളെ വയ്ക്കുക. ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാമെന്ന് തോന്നുന്നു. ഈ പേപ്പർ ചോർച്ച, നീറ്റിൻ്റെ കാര്യത്തിൽ NTA തന്നെയാണ് ഈ പേപ്പറിലെ ചോദ്യപേപ്പർ ചോർന്നു എന്നുള്ള വിവരം കണ്ടെത്തുന്നതും അതിൻ്റെ അന്വേഷണം നടത്തുന്നതും നീറ്റ് പരീക്ഷ റദ്ദ് ചെയ്യുന്നതും. ജാർഖണ്ഡിൽ JPSCയുടെ പ്രിലിമിനറി എക്സാമിൻ്റെ പേപ്പർ ചോർച്ചയും നിയമനങ്ങളിലുള്ള അഴിമതിയും കണ്ടുപിടിച്ചത് JPSC അല്ല, ജാർഖണ്ഡ് സർക്കാരല്ല, വിദ്യാർത്ഥികൾ തന്നെ അത് കണ്ടുപിടിച്ച് സ്വകാര്യ ഏജൻസികളെ കൊണ്ട് നടത്തിക്കുന്ന പരീക്ഷ. അതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. സ്വകാര്യ ഏജൻസികളാണ്
ആ ഏജൻസിയുടെ പേര് ഞാൻ പറയാം. TDPL എന്നാണ് ആ ഏജൻസിയുടെ പേര്. ഈ TDPL എന്നുള്ള ഏജൻസിയാണ് ഈ പരീക്ഷയുടെ നടത്തിപ്പ് കാലാകാലമായി ഏറ്റെടുത്തിരിക്കുന്നത്. അത്തരത്തിലുള്ള ഏജൻസികളിൽ നിന്ന് ഈ ചോദ്യപേപ്പറുകൾ ചോരുന്നു എന്നുള്ളത് വിദ്യാർത്ഥികളും മറ്റ് സ്വതന്ത്ര ഏജൻസികളും മാധ്യമങ്ങളും പ്രാദേശിക മാധ്യമങ്ങളുമാണ് കണ്ടെത്തിയത്. അല്ലാതെ പരീക്ഷാ നടത്തിപ്പ് സംവിധാനങ്ങളല്ല. നീറ്റിൻ്റെ കാര്യത്തിൽ അങ്ങനെയായിരുന്നു. NTA തന്നെയാണ് ഇത്തരത്തിലുള്ള ചോദ്യപേപ്പർ ചോർച്ച കണ്ടെത്തിയതും പരീക്ഷ റദ്ദ് ചെയ്തതും. എന്നിട്ടാണ് ഈ സമരം നടന്നത്. ജാർഖണ്ഡിലെ വിദ്യാർത്ഥികളും ഉദ്യോഗാർത്ഥികളും ഇപ്പോഴും ആരുടെയും രാജി ആവശ്യപ്പെടുന്നില്ല. സർക്കാരിനെ മറിച്ചിടണമെന്ന് പറയുന്നില്ല. മുഖ്യമന്ത്രിയെ അസഭ്യം പറയുന്നില്ല. മുഖ്യമന്ത്രിയുടെ മാതാവിനെ അസഭ്യം പറയുന്നില്ല. അതുകൊണ്ടൊക്കെ കൂടിയാണോ ഏഷ്യാനെറ്റ് ന്യൂസിനൊന്നും അവർ ഉദ്ദേശിക്കുന്ന ഒരു TRP ഇതിന് ലഭിക്കില്ല എന്നൊരു തോന്നൽ ഉണ്ടാവുന്നത് എന്നൊരു സംശയം എനിക്കുണ്ട്. എന്തായാലും ജാർഖണ്ഡിൽ ശ്രദ്ധ പതിപ്പിക്കേണ്ടതുണ്ട്. മാധ്യമ ശ്രദ്ധ അങ്ങോട്ട് പോയാലും ഇല്ലെങ്കിലും ഭാരതീയരായ നമ്മൾ ജാർഖണ്ഡിലേക്ക് ശ്രദ്ധ പതിപ്പിക്കേണ്ടതുണ്ട്. കാരണം നീറ്റിലെ സമരാഭാസമല്ല അവിടെ നടക്കുന്നത്. യഥാർത്ഥ ആശങ്ക പേറുന്ന കുറേ യുവജനങ്ങളാണ് ജാർഖണ്ഡിൽ കഴിഞ്ഞ ഒരു 10-11 ദിവസങ്ങളായി നിരാഹാരമനുഷ്ഠിച്ചും വന്ദേമാതരം വിളിച്ചും ഭാരത് മാതാ കി ജയ് വിളിച്ചും അവരുടെ ജീവിതാശങ്കകൾക്ക് പരിഹാരം കാണുവാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ സമരത്തിലേക്ക് ശ്രദ്ധ പതിപ്പിച്ചേ മതിയാവുകയുള്ളൂ. ആകുന്ന ശ്രദ്ധ, നിങ്ങളാൽ കഴിയുന്ന ശ്രദ്ധ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ആ സമരത്തിന് നൽകുക, പിന്തുണ നൽകുക. രാഷ്ട്രീയം നിങ്ങളുടേത് എന്തുമായിക്കോട്ടെ. ജാർഖണ്ഡ് ക്രാന്തികാരി ലോക് തന്ത്ര മോർച്ചയുടെ പിന്തുണക്കാരാവാതിരിക്കട്ടെ, നിങ്ങൾ ആയിക്കോട്ടെ. അതിൻ്റെ രാഷ്ട്രീയം നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ എന്നിരിക്കട്ടെ. പക്ഷേ ദേവേന്ദ്രനാഥ് മെഹ്തോ ഇപ്പോൾ നിരാഹാരം കിടക്കുന്നത് ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് മാത്രമാണ്. തന്നെയുമല്ല, ആസാദി വിളികളും ബസ് നാം രഹേഗ അള്ളാഹ് പാട്ടുകളും ആ വേദിയിൽ ഇതുവരെ ഉയർന്നിട്ടില്ല. ഉയർത്തുവാൻ ശ്രമിച്ചവരെ അവരവിടുന്ന് പുറത്താക്കിയിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ ദേശസ്നേഹികളായ ഉത്തമ പൗരന്മാരായി ജീവിക്കണമെന്നുള്ള ആഗ്രഹമുള്ള ഈ വിദ്യാർത്ഥികളുടെയും ഉദ്യോഗാർത്ഥികളുടെയും ആശങ്ക പരമാവധി ആളുകളിലേക്ക് എത്തിക്കുവാൻ ശ്രമിക്കുക. അത്രയെങ്കിലും നമുക്ക് ചെയ്യുവാൻ സാധിക്കണം. ഈ വിഷയത്തിലുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റുകളിലൂടെ ഞങ്ങളുമായി പങ്കുവയ്ക്കുക. ഒപ്പം വീഡിയോ ലൈക്ക് ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പരമാവധി ആളുകളിലേക്ക് വീഡിയോ എത്തിക്കുവാനായി ഷെയർ ചെയ്യുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, തത്വമയി ന്യൂസിൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ വിഷയത്തിലും മറ്റു വിഷയങ്ങളിലും സംവാദങ്ങൾ തുടരട്ടെ. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.